തിരുവനന്തപുരം കിളിമാനൂരിൽ വീട്ടമ്മയ്ക്ക് വെട്ടേറ്റു എന്നൊരു വാർത്ത വരുന്നു. പോങ്ങനാട് സ്വദേശി സിന്ധുവിനാണ് വെട്ടേറ്റത്. ബന്ധു മണിക്കുട്ടനാണ് ആക്രമിച്ചത്. സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. മേഘന മുരളി വിവരങ്ങളും ചേർന്നു. മേഘന, സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം വെട്ടിലേക്ക് പോയത് എങ്ങനെയാണ്? ഹാഷ്മി, ഇപ്പോൾ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് അമ്മാവനാണ് എന്നുള്ളൊരു പുതിയ വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഈ പ്രതിയായിട്ടുള്ള മണിക്കൂട്ടന്റെ സഹോദരിയുടെ മകളാണ് ഈ പരിക്കേറ്റിരിക്കുന്ന സിന്ധു. അതിൽ ഈ സ്കൂട്ടർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണ് ഇത്ര വലിയൊരു ആക്രമണത്തിലേക്ക് കലാശിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ കിളിമാനൂർ പോലീസ് പറയുന്നത്. ഇരുവരും കിളിമാനൂർ പോങ്ങനാട് സ്വദേശികളാണ്. അതിൽ ഈ സ്കൂട്ടർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സിന്ധുവും അതുപോലെ തന്നെ പ്രതിയായ മണിക്കൂട്ടനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനുശേഷം ഇന്ന് രാവിലെയും ഈ തർക്കം ഉണ്ടാകുന്നു. അതാണ് ഈ ആക്രമണത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ ഈ ആദ്യം ഒരു തർക്കം ഉണ്ടാകുന്നു, പിന്നീട് വെട്ടുകത്തിക്കൊണ്ട് സിന്ധുവിനെ പരിക്കേൽപ്പിക്കുകയായിരുന്നു. അത് തടയാൻ വന്നപ്പോൾ ഇരു കൈകൾക്കുമാണ് ഗുരുതരമായി ആഴത്തിലുള്ള മുറിവുള്ളത് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ അറിയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് സിന്ധുവിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 34 വയസ്സാണ് പ്രായം. ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഇതിലൊരു കാരണമായി ഇപ്പോൾ നിലവിൽ പറയുന്നത് ഈ സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇരുവരും അയൽവാസികൾ കൂടിയാണ്. അതിൽ ഈ സിന്ധുവിന്റെ വാഹനം മണിക്കൂട്ടിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തർക്കമുണ്ടായിരുന്നത്. അതിലാണ് ഇന്ന് രാവിലെ ഇത്ര വലിയൊരു ആക്രമണത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിയായിട്ടുള്ള മണിക്കൂട്ടിന് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. കിളിമാനൂർ പോലീസ് ഈ മണിക്കൂട്ടിന് വേണ്ടിയുള്ള അന്വേഷണവും തുടരുന്നുണ്ട്. എത്രയും വേഗം പിടികൂടാൻ കഴിയും. അത് കിളിമാനൂരിൽ തന്നെ ഉണ്ട് പ്രതി എന്നുള്ളതാണ് പോലീസും ഇപ്പോൾ പറയുന്നത്. സ്കൂട്ടർ പാർക്ക് ചെയ്യുന്ന തർക്കത്തിൽ വെട്ടുകത്തി എടുത്തുകൊണ്ടൊന്ന് വെട്ടണമെങ്കിൽ വീട്ടമ്മയ്ക്ക് ജീവാപായം ഉണ്ടാക്കുക എന്നതാവണം ഈ മണിക്കൂട്ടന്റെ ഉദ്ദേശം. മേഘന, തീർച്ചയായും ഇന്ന് രാവിലെ സിന്ധുവിന്റെ മകളെ ഈ സ്കൂട്ടറിൽ തന്നെയാണ് സ്കൂളിൽ കൊണ്ടുവിട്ടത്. അതിനുശേഷം തിരിച്ചു വരുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിൽ പറയുന്നത് ഈ സ്കൂട്ടർ ഇവിടെ പാർക്ക് ചെയ്യുന്നത്, മണിക്കൂട്ടന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അത് നേരത്തെ തന്നെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അത് നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നു. പിന്നീട് അത് ഇന്ന് ആക്രമണത്തിലേക്ക് കലാശിച്ചു. അത്ര വലിയൊരു ആക്രമണത്തിലേക്ക് പോകേണ്ട കാര്യമായിരുന്നോ ഇത് എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അയൽവാസികളും ബന്ധുക്കളും, ഇവർ ബന്ധുക്കളാണ്, അമ്മാവനാണ്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളടക്കം പറയുന്നത് ഈ സ്കൂട്ടർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമാണ് ഇവർ തമ്മിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഒരു കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ ആക്രമിക്കാനൊക്കെയുള്ള ശ്രമം എങ്ങനെ ഉണ്ടാകുന്നു, ഈ വിഷയം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയം മാത്രമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അത് ഈ ആക്രമണം തടയാൻ ശ്രമിച്ചപ്പോൾ കൈക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഇരു കൈകൾക്കും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നാട്ടുകാരാണ് പിന്നീട് ഈ യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാനും ശ്രമിച്ചില്ല. പിന്നീട് നാട്ടുകാരാണ് യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഗുരുതര പരിക്കുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. യുവതിയുടെ കൈ വെട്ടിയത് അമ്മാവൻ തന്നെയാണ്. അയൽവാസി എന്ന് പറയുമ്പോഴും സ്വന്തം അമ്മാവൻ തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരം കിളിമാനൂരാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ പറയുന്ന സ്കൂട്ടർ പാർക്ക് ചെയ്ത് ബന്ധപ്പെട്ട എന്തോ തർക്കത്തിൽ വെട്ടത്തി എടുത്തോളൂന്ന് കൈവെട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടുകേഴ്വി കേരളത്തിൽ ഇപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഒരുപാട് തരത്തിലുള്ള അങ്ങേയറ്റം അക്രമാസക്ത വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്നാലും അതുമാത്രമാണ് കാരണം. ഒരു ബൈക്ക് പാർക്ക് ചെയ്ത തർക്കത്തിന് കൈയൊക്കെ വെട്ടുകത്തി കൊണ്ടൊക്കെ വെട്ടുമോ എന്നൊരു സംശയം സ്വാഭാവികം നിൽക്കുന്നു. അപ്പോൾ പോലീസ് പറയട്ടെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.